വെൽക്കം ബാക്ക്. ഇന്നൊരു അൺബോക്സിംഗ് ആണ് കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു പുതിയ ഫോൺ അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ഏത് ഫോൺ നിങ്ങൾ കണ്ടുള്ളൂ? വിവോ V60 ആണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ എൻ്റെ പഴയ ഫോണിലെടുത്തിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഒരു 3-4 മാസമായി. അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടും ഒരു മിഡ് റേഞ്ചിലുള്ള ഒരു ഫോൺ നിങ്ങൾ നോക്കുവാണ് എങ്കിലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അങ്ങനെ പറയാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു 40,000 ബഡ്ജറ്റിൽ നിൽക്കുന്ന അത്യാവശ്യം നല്ലതെന്ന് പറയുന്നില്ല, നല്ല ക്യാമറ ക്വാളിറ്റിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാനൊരു ഐഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റിയെക്കാട്ടി നല്ല ക്വാളിറ്റി എന്ന് തന്നെ പറയും. കാരണം ഇതിൽ സീസ് ലെൻസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഫോണുകളിൽ ഏറ്റവും നന്നായിട്ട് മൊബൈൽ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഫോണാണ് കേട്ടോ ഇത്. അങ്ങനെ വാങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മെയിനായിട്ട് നോക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് കയ്യിൽ പിടിക്കാൻ പറ്റുന്നതായിരിക്കണം, സ്ലിം ആയിരിക്കണം, പിന്നെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ഇത് 6500 mAh ആണ് കേട്ടോ. ഒരു ദിവസം ഫുൾ ടൈം യൂസ് ചെയ്യുകയാണെങ്കിലും ബാറ്ററി പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന നോക്കേ വേണ്ട. 90 വാട്ട് ഫാസ്റ്റ് ചാർജറാണുള്ളത്. 30 മിനിറ്റ്സിനകത്ത് ഫുൾ ചാർജ് ആവും. ആ ചാർജ് നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. 2 ദിവസം വേണമെങ്കിലും നോർമൽ യൂസിൽ നിൽക്കാൻ പറ്റും. അങ്ങനത്തെ ബാറ്ററിയാണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 4 പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. ഒട്ടും ലാഗില്ല, പെട്ടെന്ന് മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല സ്ലിമ്മാണ്, നമുക്ക് നന്നായിട്ട് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റും. എന്തുകൊണ്ടും നല്ലൊരു ഫോണാണ്. പിന്നെ ഇത് ഞാൻ എടുത്തേക്കുന്ന കളറ് പിന്നെ ഗോൾഡൻ കളറാണ് എടുത്തേക്കുന്നത്. ഓസ്പീഷ്യസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ് എടുത്തേക്കുന്നത്. സൂപ്പറാണ്, നല്ല തിളക്കമാണ്. ബാക്കിൽ മെറ്റൽ ഫിനിഷാണ്. എനിക്ക് ഇതിൻ്റെ കളർ ഒത്തിരി ഇഷ്ടപ്പെട്ടായത്. ഇത് നല്ല ഷൈൻ ചെയ്ത കളറായത്. ചാർജർ, ഒരു സിലിക്കൺ കേസ്, കേബിൾ എല്ലാം ഫോണിൻ്റെ ബോക്സിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. കർവ്ഡ് എഡ്ജസ് ആണ് കേട്ടോ വരുന്നത്. ഡിസ്പ്ലേ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഫോട്ടോഗ്രാഫിയുടെ കാര്യം ഞാൻ പറയുന്നില്ല, അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഫോക്കസ് തന്നെയാണ്. ഇതിൻ്റെ ലെൻസ് അത്രയും ക്വാളിറ്റിയുള്ള ലെൻസാണ്. നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കറക്റ്റ് നമ്മൾ കണ്ണിൽ കാണുന്ന പോലെ തന്നെ സെയിം കളേഴ്സിൽ വരുന്നത്, നല്ല കോൺട്രാസ്റ്റുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്കിതിൽ എടുക്കാൻ പറ്റും. വീഡിയോ ക്വാളിറ്റി നല്ല സൂപ്പറാണ്. പിന്നെ സീസൺ ഫോട്ടോസൊക്കെ ഇതിലെടുക്കാൻ പറ്റും. ഈ ബഡ്ജറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വേറെ ഫോൺ ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.